കർത്താവിൻ്റെ ഒരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ കർത്താവ് നമുക്ക് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. ഈ സമയം നമ്മുടെ അരികെ, നമ്മുടെ ഓരോരുത്തരുടെയും അരികെ യേശു ഈ സമയം കടന്നു വന്നിരിക്കുന്നു. ഇന്ന് നമ്മളോട് എന്തോ പ്രത്യേകമായിട്ട് സംസാരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ എളിമയോടുകൂടിയിട്ട് നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഈശോയെ അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് യേശുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോഴാണ് വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3:20 പറയുന്നു, ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ഇന്ന് നീ എൻ്റെ ഈ വാതിലൊന്ന് തുറന്നു നിന്നാൽ, ഹൃദയത്തിൻ്റെ ഈ വാതിലൊന്ന് തുറന്നു നിന്നാൽ ഞാൻ പ്രവേശിക്കുകയും നിന്നോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് അവിടുത്തെ വചനം നമ്മളെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ. വചനം എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ്. ഏത് സമയം നമ്മൾ വചനത്തെ സ്വീകരിക്കുന്നുവോ, സന്തോഷത്തോടുകൂടി എളിമയോടുകൂടിയിട്ട് ഏത് വ്യക്തി തൻ്റെ ഹൃദയത്തിലേക്ക് ആ വചനത്തെ സ്വീകരിക്കുന്നുവോ, അതേത് വ്യക്തിയായാലും അവൻ്റെ ജീവിതത്തിൽ വളരെയൊരു വ്യത്യാനമുണ്ടാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ അടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തി നമുക്ക് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ സമയം നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ പ്രത്യേകത ഇത്ര മാത്രം, ഇന്ന് നിങ്ങളുടെ മുന്നിൽ യേശുനാഥൻ എന്നെ നിർത്തിയിരിക്കുന്നു ഒരു ഉപകരണമായിട്ട് എന്നിൽ കൂടി കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്ന് എന്നിൽ സംഭവിച്ചുവെങ്കിൽ നാളെ നിങ്ങളിലും ഇത് സംഭവിക്കുമെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏകദേശം 34 വർഷം മുമ്പ് യാദർച്ഛികമായിട്ട്, അതായത് ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമല്ല, പോട്ട ആശ്രമത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കർത്താവായ യേശു എനിക്ക് കൃപ നൽകി. അവിടെ കടന്നു വന്ന് ഒരു 5 ദിവസത്തെ ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകിയപ്പോൾ എൻ്റെ സ്വപ്നം എന്തായിരുന്നുവോ ഈ ലോകത്തിൻ്റേത്, അതിൽ നിന്ന് മറിഞ്ഞ് വേറൊരു വഴി തിരഞ്ഞെടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെ, ഞാൻ തിരഞ്ഞെടുത്ത വഴി ജീവന്റെ വഴിയായിരുന്നു എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, 30-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ഈ വചനങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഏത് സഹോദരനോ സഹോദരിക്കോ ഈ കൃപ ലഭിക്കുന്നുവോ ആ സ്വരം ശ്രവിക്കുവാനായിട്ട്, ആ വ്യക്തി തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? നമ്മുടെ പരിശുദ്ധ അമ്മ സമർപ്പിച്ച പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി,
ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന മനോഭാവത്തോടു കൂടിയിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ഏത് അയോഗ്യതയുള്ള വ്യക്തിയായാലും ഏത് ബലഹീനനായ വ്യക്തിയായാലും ദൈവം ആ വ്യക്തിയെ ഉയർത്തുന്നതായിട്ട് ഈ സമയം നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയോടുകൂടെ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ഈ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിപ്പറിക്കുന്ന ഒരു അനുഭവമായി തീരുവാനായിട്ട് അമ്മേ എനിക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് എനിക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, 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 ആമേൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ് ഞാനും. ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ അമ്മ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 5 ഈ ലോകം വിട്ട് അമ്മ സ്വർഗത്തിൽ പോയി. ഈ സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. കാരണം എപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകാറുള്ളത്. എന്നാൽ ഈ സമയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം സ്വർഗത്തിൽ നിന്ന് എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു അംഗം ആയ എനിക്ക് കർത്താവ് പല രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോടും പറയുവാനുള്ളത് ഇത്രമാത്രമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അത് പല രീതിയിലായിരിക്കാം. ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല. പക്ഷെ ഏത് വ്യക്തി കർത്താവിൻ്റെ മുമ്പിൽ എളിമയോട് കൂടിയിട്ട് സമർപ്പിക്കുന്നുവോ, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു എന്ന് എൻ്റെ അനുഭവം, ഒരു പക്ഷെ അനേകരുടെ അനുഭവം, ഒരു പക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന പലരുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു, പരസ്പരം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 34 സങ്കീർത്തനത്തിൽ നമ്മൾക്ക് വായിക്കുന്നുണ്ട് 8-ാം വചനത്തിൽ, രുചിച്ചറിയുവിൻ കർത്താവ് എത്ര നല്ലവനെന്ന്. രുചിച്ചറിയുവിൻ, ടേസ്റ്റ് ആൻഡ് സീ. ഈ രുചിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഏത് വ്യക്തി അനുഭവിച്ചറിയുന്നുവോ ആ വ്യക്തിയുടെ വിശ്വാസം ഒരിക്കലും ആർക്കും തളർത്തുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അനുഭവിച്ചറിയണം. ജീവിതത്തില് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. യേശു നമ്മളിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആ അനുഭവം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും തളർന്ന് അല്ലെങ്കിൽ പ്ലസ് മൈനസ് ആയി പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമുക്ക് പെട്ടെന്നൊന്ന് എടുക്കാം. 7-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. 24 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ബൈബിളുകൾ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് അത് നോക്കാം. നമുക്ക് കുടുംബങ്ങളിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വചനമാണിത്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനം കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് മറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പാറമേൽ
പണിത പോലെ ഉള്ള ഒരു ഭവനം പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ തുടർന്ന് കർത്താവ് പറയുന്ന ഇതാണ്, അത് കാറ്റിലും വെള്ളപ്പൊക്കത്തിലൊക്കെ ഒലിച്ചു പോകുമെന്ന്. ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മൾ അനുദിനം, ഇന്നത്തെ കാലത്ത് നമുക്ക് വചനം കേൾക്കുവാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഏത് വ്യക്തി വചനത്തെ കേട്ടുകൊണ്ട് അതുപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയായാലും വചനത്തെ അനുസരിക്കുന്നില്ല തൻ്റെ ജീവിതത്തിലെങ്കിൽ ആ വ്യക്തി വീണു പോകും എന്നാണ് നമ്മുടെ ഓരോരുത്തരെയും അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിവിടെ വചനം ഓരോന്നും നിങ്ങളുടെ മുന്നിൽ നിരത്തി വയ്ക്കുമ്പോൾ അത് വളരെ സത്യമാണെന്നുള്ളത് രുചിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ ആത്മാർത്ഥമായി ധൈര്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാറമേൽ പണിത ഭവനത്തെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ. എന്താണെങ്കിൽ കർത്താവ് അത് പറഞ്ഞു, അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ള അവിശ്വാസം ഒരു പക്ഷേ എങ്ങനെയായിരിക്കണം? എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 11 അധ്യായം 1 തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ കാണപ്പെട്ടിട്ടുള്ള സംഗതിയെ കണ്ടു എന്നല്ല, കാണപ്പെടാത്തൊരു സംഗതിയെ ഞാൻ കണ്ട പോലെ വിശ്വസിക്കുമ്പോൾ. ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഈശോ, ഇന്നും ജീവിക്കുന്ന ഈശോ അതെന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രുചിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് 1990 ഞാൻ പറഞ്ഞു, ഞാനൊരു വഴി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ വന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ആ സ്വരം എനിക്ക് തോന്നി, ഇപ്രകാരം എന്നോട് പറയുന്നു, ആ വഴിയല്ല, നീ ഇതിലേ പോവുക എന്ന്. കാരണം കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 10 അധ്യായത്തിൽ 10 തിരുവചനത്തിൽ കൂടെ, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ്. എന്തിനാണ് കർത്താവ് വന്നത്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നി ആ വഴി എനിക്കുള്ളതല്ല. അപ്പോൾ ആ വഴി വിട്ട് കർത്താവ് കാണിച്ചു തന്ന വഴിയിൽ കൂടെ നടന്നപ്പോൾ എന്നെനിക്ക് പറയുവാൻ സാധിക്കും, അതെ, ഞാൻ ശരിയായൊരു വഴി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരിക്കലും, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള എല്ലാ സുഖമോഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് പലപ്പോഴും. എൻ്റെ ജീവിതത്തിൽ 1990 ഞാൻ കർത്താവിനെ അനുഭവിച്ചറിയാനുള്ള കൃപ ദൈവം എനിക്ക് നൽകിയപ്പോൾ, അത് കൃപയാണ്, ഞാൻ നേടിയെടുത്തതല്ല. ദൈവത്തിൻ്റെ ആ കൃപ എന്നിലേക്ക് ചൊരിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് വന്നപ്പോൾ ആ വചനം എങ്ങനെ അനുസരിച്ച് നടക്കുമെന്ന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി. ഇപ്പോഴും പൂർണ്ണനല്ല. അങ്ങനെ ആ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 14:21 വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു പക്ഷേ എഴുതി വെക്കേണ്ട ഒരു വചനമാണ്. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14:21 ബൈബിളുള്ളവർക്ക് തുറക്കാം. അതിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും യെസ് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്.
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവസാനത്തെ വചനം ഒന്ന് കേട്ടു നോക്കിക്കേ, എത്ര മനോഹരമാണ്. എന്നെ അവന് ആർക്ക് വെളിപ്പെടുത്തും? എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവന്. അവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും, അവന് എന്നെ വെളിപ്പെടുത്തും. 23-ാം വചനം ഒന്നുകൂടെ നമുക്കൊന്ന് സ്ട്രെസ് ചെയ്ത് കർത്താവ് പറഞ്ഞത് ഒന്നുകൂടെ വായിക്കാം. 23-ാം വചനം ഒന്നുകൂടെ സഹോദരൻ ഒന്ന് വായിച്ചേ. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. 23-ാമത്തെ വചനം 23 അതിൽ തന്നെ 14, 23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തെ ഓർത്ത് നമുക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈശോ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും അരികെ നിൽക്കുന്ന ഈശോ എന്താണ് പറയുന്നത്? അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തില്, നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ഈശോ ആ ഹൃദയത്തില് ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് പിന്നെ ഭയപ്പെടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് ഈ ബൈബിള് തുറന്നു നോക്കി കഴിഞ്ഞാൽ 365 കൂടുതൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും. അതുകൊണ്ട് നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ഒരു പക്ഷെ നമ്മുടെ രോഗത്തിൻ്റെ കാര്യമായിരിക്കാം, ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തെ മക്കളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ പ്രശ്നമായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തെ നമ്മുടെ സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമ്മൾ ഇന്ന് മറന്നുപോയിരിക്കുന്നു. ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ഏത് സമയം ഞാൻ തീരുമാനമെടുക്കുന്നുവോ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും, ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അത് തീർച്ചയായും അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള നമ്മുടെ ദൈവം നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, മറിച്ച് നമ്മളിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 1990 ഒരു പക്ഷേ പ്രസംഗിക്കാൻ കഴിവില്ലാതിരുന്നൊരു വ്യക്തി. കാരണം എന്താ അങ്ങനെ പറഞ്ഞത്? എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പ്രകടപ്രസംഗത്തിനൊക്കെ കയറിയിട്ട് കൂവൽ വാങ്ങിച്ചിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ എഴുതി തന്നു പ്രകടപ്രസംഗം. എൻ്റെ സഹോദരൻ ഇവിടെ രാജൻ കാൽവരി എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറുമായിട്ട് ഞങ്ങൾ ചേർപ്പിൽ ഒത്തിരി ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാലങ്ങളിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് നോക്കുമ്പോൾ പ്രകടപ്രസംഗത്തിന് കയറിയിട്ട് 2 വരി പറഞ്ഞ് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ പേടിച്ചു വിറച്ച് മുട്ടുകൾ ഇടിച്ച് പിള്ളേരുടെ കൂവൽ വാങ്ങി ഇറങ്ങിപ്പോന്നവനാണ് ഞാനിന്ന്. പക്ഷെ ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ 1000-മോ 10,000-മോ ലക്ഷമോ ആയാലും എൻ്റെ കാലിടറുകയില്ല. കാരണം എനിക്കറിയാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 14:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന യേശു അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ തുടങ്ങി വെച്ച ഇപ്രകാരമാണ്. കർത്താവിനെ അറിഞ്ഞപ്പോൾ ജീവിക്കുവാൻ വളരെ സന്തോഷം തോന്നി. പ്രാർത്ഥന കൂട്ടായ്മകൾ, ഓഫീസിലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ,
അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓഫീസിൽ അവിചാരിതമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് ശക്തിയായിട്ട് പ്രഘോഷിക്കുവാൻ തുടങ്ങി. 7 വർഷം 1997 വന്നപ്പോൾ പെട്ടെന്ന്, ബിബ്ലിക്കൽ നമ്പറാണ് ഈ 7 ഇയേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, 1997 കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കാറ്റും കോളും ശക്തിയായിട്ട് ആഞ്ഞടിച്ചു. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ആ കാറ്റും കോളും? ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കാറ്റും കോളിൻ്റെ ആദ്യത്തെ തുടക്കം ഇപ്രകാരമായിരുന്നു. ഞങ്ങളുടെ ഓഫീസ്, ഞാനൊരു കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. നല്ല പൊസിഷനിൽ നല്ല സാലറി വാങ്ങിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കമ്പനി IT ഇൻഡസ്ട്രീസ്, ആ സമയത്ത് 1997 ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം, ആ സമയത്ത് ഓൾ ഓവർ ദ വേൾഡ് ഒരു പ്രത്യേക ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ പല ഓഫീസുകളും അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസ് വളരെ ഫേമസായി, ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ തുടക്കത്തിലുള്ളൊരു കമ്പനിയായിരുന്നു പെർടെക് കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന്. ആ കമ്പനി പെട്ടെന്നൊരു ഫൈൻ മോർണിംഗിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് അടച്ചുപൂട്ടി. കിട്ടിക്കൊണ്ടിരുന്ന സാലറി നോ മോർ, കിട്ടുവാനുള്ള പൈസ നോ മോർ. അങ്ങനെ ഓഫീസിൽ നിന്ന് വളരെ വേദനയോടുകൂടി ഇറങ്ങി പോരേണ്ടി വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഭാര്യ സലോറ ഇൻ്റർനാഷണൽ എന്ന കമ്പനിയിൽ ഒരു IT ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്തിരുന്ന മകളാണ്. അങ്ങോരുടെയും ജോലി ഇതേപോലെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ! ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ! ഹല്ലേലൂയ! നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ പറയുമ്പോൾ ശബ്ദം കുറവുള്ള പോലെ തോന്നാറുണ്ട്. എന്നാൽ എൻ്റെ ശബ്ദത്തിന് ഉയർച്ച കൂടുതലുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം എന്താണ് പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ നമുക്കൊന്ന് വായിക്കാതെ, നമുക്കെപ്പോഴും അത് ആ വചനം അനുസരിച്ച് ജീവിക്കേണ്ട മക്കളാണ് നമ്മൾ ദൈവമക്കളാണെങ്കിൽ യേശുനാഥന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. 5:16 സഹോദരൻ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചേൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ആമേൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ആമേൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവഹിതം എന്താണെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ആത്മാവിൽ നിറഞ്ഞ പൗലോസ്ലീഹ എഴുതി വച്ചിരിക്കുന്നു. എന്ത് തന്നെ കാറ്റും കോളും വന്നാലും ഒരു ദൈവത്തിന്റെ മകനോ മകളോ, ഇന്ന് എൻ്റെ ഈ സ്വരം ശ്രവിക്കുന്ന ഓരോ മകനും മകളോട് എനിക്ക് പറയാനുള്ളത്, തൻ രുചിച്ചറിഞ്ഞ കാര്യങ്ങളിലൂടെ പറയുവാനുള്ളത്, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ. യാതൊരു ചെലവും കൂടാതെ മറ്റുള്ളവർക്ക് നമുക്ക് ദൈവത്തെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയൊരു പുഞ്ചിരി. അല്ലാതെ കണ്ണീരും കരച്ചിലും പ്രയാസങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ പോലും വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി മാറരുത് നമ്മൾ. കാരണം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ! പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു. 2 മക്കൾ, ആമക്കളാണ് ഞങ്ങൾക്കുള്ളത്. അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മുടെ വരുമാനം നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുള്ള പലരുടെയും ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് ഇത്? പക്ഷേ ജോബ് ചോദിച്ചില്ല അങ്ങനെ. ജോബിന് അറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന്. കാരണം അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8:28 പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് സ്ഫുടതയോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട്, ആത്മാവിൽ നിറഞ്ഞിട്ട്. ആ വചനത്തെ നമുക്കൊന്ന് ഓർക്കാം, മനസ്സിലൊന്ന് പതിപ്പിക്കാം. ആ വചനത്തെ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമ്മൾ
അറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് യേശുവിന്റെ അരികത്ത് നിൽക്കുന്നു എന്ന് വിശ്വാസത്തോടെ സ്തുതിക്കാൻ സാധിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചൊന്ന് മഹത്വപ്പെടുത്തിയേ. സകലതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റും. അതെന്റെ രോഗമായിക്കൊള്ളട്ടെ, എൻ്റെ സാമ്പത്തിക തകർച്ചകളായിക്കൊള്ളട്ടെ, അല്ല എൻ്റെ ഭവനത്തിലുള്ള എന്തെങ്കിലും രീതിയിലായിക്കോട്ടെ, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തും വന്നുകൊള്ളട്ടെ, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്, പ്രിയ സഹോദരങ്ങളെ. കർത്താവിന് സ്വർഗത്തിലൊരു പേരുണ്ട്. നമ്മളിവിടെയൊക്കെ യേശു എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരണം എന്താണ്, എനിക്കിത് വലിയ വ്യക്തമായിട്ട് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 19:13 പലർക്കും അറിയാതിരിക്കും, ഒരു പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. സ്വർഗത്തിൽ യേശുവിന് ഒരു പേരുണ്ട്. ആ പേര് നമുക്കൊന്ന് ഓർക്കാം. വെളിപാടിന്റെ പുസ്തകം 19:13. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. എന്താണ് ദൈവവചനം? എന്താണ്? ഉറക്കെ പറഞ്ഞേ, ദൈവവചനം. ഏത് സമയം നമ്മുടെ അധരം കൊണ്ട് യേശുവിന്റെ വചനത്തെ ഉച്ചരിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഏത് വ്യക്തി അത് വിശ്വസിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തി തന്റെ ജീവിതത്തിൽ മാത്രമല്ല പറയുന്ന വ്യക്തികളിലും അവന് ദർശിക്കുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് സഹോദരങ്ങളെ, ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മകളോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്നതിലോ ഞാനൊന്നും ഒരു കുറവും വരുത്തിയില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. പലരും ഒരുപക്ഷെ നമ്മളോട് പലരോടും ചോദിക്കുന്ന പോലെ ഈ ഹല്ലേലൂയ പറഞ്ഞ് നടക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഒരു ചോദ്യം നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി അവരുടെ മനസ്സിലുണ്ടാകാം. പക്ഷേ ഞാൻ തളർന്നു പോയില്ല. അതെൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിരന്തരമായി നമ്മൾ വായിക്കുമ്പോൾ അത് ആഴമായിട്ട് നമ്മുടെ മജ്ജയിൽ പോലും കയറി അതിന് ശക്തിപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 6:33 നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടൊരു വചനമാണ്. ആ വചനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർക്കാം. എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തിൽ പല ചിന്തകളുണ്ടായിരിക്കാം, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കാം, ഒരു പക്ഷേ നമ്മൾ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാത്തവർ, ഇന്ന് ആ നിയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പലരും കടന്നു വന്നിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുമായി എനിക്ക് സമാധാനം സന്തോഷമില്ലാത്തവരുണ്ടായിരിക്കാം പലരും. എന്നാൽ കർത്താവ് പറയുന്നു, ഏത് കാര്യമായിക്കൊള്ളട്ടെ, നീ അതിനെ പറ്റിയിട്ട് ഉത്കണ്ഠ ആകേണ്ട ഒരു കാര്യമില്ല. നീ ചെയ്യേണ്ട എന്താണ് കാര്യം? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റൊലി കൊണ്ടപ്പോൾ ഞങ്ങൾ തളർന്നില്ല പ്രിയ സഹോദരങ്ങളെ. 1997 മുതൽ ഒരു പക്ഷേ 2004 വരെ ഞങ്ങൾ മുങ്ങലും താഴലും കൂടെ മുന്നോട്ട് പോയി. 7 വർഷം വീണ്ടും. ആ 7 വർഷങ്ങൾ ആദ്യത്തെ പോലെ മനോഹരമായിരുന്നില്ല. ഒരു മരുഭൂമി
അനുഭവം എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ വെട്ടി ഒരുക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3:18 ഇപ്രകാരം പറയുന്നു: നീ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം വിനീതനാകുക, കാരണം അപ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്താണ് നമുക്ക് ഓരോരുത്തരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ അനുഗ്രഹത്തിൻ്റെ പിറകെ പോകുന്നു. അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി സമയമില്ലാതെ വരുന്നു, അനുഗ്രഹത്തിൻ്റെ പിറകെ പോകുന്നു. എന്നാൽ ആര് കർത്താവിൻ്റെ പിന്നാലെ തൻ്റെ കുരിശും എടുത്തുകൊണ്ട് പിന്നാലെ പോകുന്നുവോ അവൻ്റെ പിന്നാലെ അനുഗ്രഹങ്ങൾ അവനെ അനുഗമിക്കുന്നു. ഇതാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊരു സംഭവിക്കുകയുണ്ടായി, ജോലി നഷ്ടപ്പെട്ടു, ഇനി ഇവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കും അറിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വിഷമമായി. കാരണം ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ട് ജോലി കിട്ടാനായിട്ട്. ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഏകദേശം 50 വയസ്സുണ്ട്. എല്ലാ ഓഫീസുകളിലും ചെറുപ്പക്കാരിയാണ് വേണ്ടത്. അപ്പോൾ എവിടെ ചെന്നാലും റിജക്റ്റഡായി. പിന്നെ സാലറി ഒത്തിരി ഹൈ വാങ്ങിച്ചുകൊണ്ടിരുന്നതായതുകൊണ്ട് പുതിയ ജോലിയും കിട്ടാൻ വിഷമമാണ്. എന്നെ കാര്യം സംബന്ധിച്ച് 1997 കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ 2002 ഏകദേശം 2000+ 3 ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയുകയാണ്, ജോയ് ജോൺ, നിങ്ങളുടെ കണ്ണിലെ കാഴ്ച 90% കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ദ റീസൺ ബീയിങ് ഗ്ലൂക്കോമ. ഇവിടെ ഒരു പക്ഷെ പലരും ഈ രോഗത്തിന് അടിമപ്പെട്ടവരായിട്ട് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കും. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഗ്ലൂക്കോമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ രോഗത്തെ പറ്റി കേൾക്കുന്നത്. ഹിന്ദിയിൽ ഇതിന് പേര് പറയും കാലാമോത്തി എന്നുള്ളത്. ഡോക്ടർ ചെക്ക് ചെയ്ത് പറയുകയാണ്, നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, തന്നെ മുന്നോട്ട് പോകാൻ പാടില്ല, ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. തൻ്റെ ഫീൽഡ് വിഷൻ, നമ്മുടെ ചുറ്റും കാണുന്ന ആ കാഴ്ച നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി എത്ര നാൾ ഈ കാഴ്ചയുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. കാരണം കണ്ണിലെ പ്രഷർ, നമ്മുടെ ബോഡിയിലുള്ള പ്രഷർ പോലെ കണ്ണിലെ പ്രഷർ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ മെഡിസിൻസ് തരണ്ട്. അതുകൊണ്ട് കൺട്രോളായി കഴിഞ്ഞാൽ ശരിയായി, അല്ലെങ്കിൽ ഒന്നും പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും പ്രിയ സഹോദരങ്ങളെ, ഞാൻ പുഞ്ചിരിച്ച് അവരുടെ മുന്നിലിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു എന്നോട്, ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, മനസ്സിലായി. ഒരു പക്ഷേ ഞാൻ ഒരു ബ്ലൈൻഡ് പേഴ്സണായി മാറാം, ഒരു കുരുടലായി മാറാം. അതല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം തോന്നി. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടെന്താ കാര്യം, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. അങ്ങനെയാണ് ഞാൻ അലറിക്കറിയാം. പക്ഷെ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിൻ്റെ സ്വരം പോലെ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു, സാരമില്ല, സാരമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യെസ്, അതാണ് സ്വരം. തിരിച്ചു പോന്നു പ്രിയ സഹോദരൻ വീട്ടിൽ വന്ന് പറഞ്ഞു. വീട്ടിലുള്ളവർക്ക് കേട്ടപ്പോൾ പ്രയാസം തോന്നി. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ ദൈവമക്കളോട് പറയാൻ സാധിക്കും, ദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ, ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാറ്റും കോളും കടന്നു വരുമ്പോൾ അത് നിങ്ങളുടെ പ്രമോഷനായി മാറ്റാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇവിടെ വെച്ച് ഒന്ന് പറയുകയാണ്, ആ ദിവസം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോകും, അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ആ ദിവസം മുതൽ ഏകദേശം 2002 മുതൽ കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യയിലെ
മുഴുവൻ സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ വചനത്തെ പ്രഘോഷിക്കുവാനായിട്ട്, അനേകരുടെ മുന്നിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 8:28 നമ്മൾ വായിച്ചത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഈ കാഴ്ച നഷ്ടപ്പെട്ടത് അതിൽ വഴിയായിട്ട് കർത്താവിനെ എനിക്കൊരു അനുഗ്രഹമാക്കി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഞാൻ എന്തിനാണ് ഇത്രയും ആഴമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്? ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പല ദൈവമക്കളുടെയും ജീവിതത്തിൽ പല പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട്? കർത്താവിനറിയാം എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടത് എന്നുള്ളത്. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ലാതെ കടന്നു വന്നു, ഇൻ്റർവ്യൂവിൽ തളർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു, ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരോട് പറയുക, തൻ്റെ വയസ്സ് ഇത്ര, തൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്, എക്സ്പീരിയൻസ് ഇത്. അവരുടെ സമയം തൻ്റെ സമയം പോകില്ല. അല്ലാതെ എല്ലാ ഓഫീസിലും കയറി ചേരേണ്ട ആവശ്യമില്ല. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഭാര്യ മുട്ടമ്മ നിന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നതെന്ന്. പക്ഷേ നിങ്ങളോട് പറയുകയാണ്, പ്രാർത്ഥനയുടെ ശക്തി, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ ഭാര്യ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചതെന്നാണ് പറയുന്നത്: എനിക്കൊരു ജോലി വേണം, നല്ലൊരു ജോലി, 5 days വീക്ക്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നോയിഡയിൽ അങ്ങനെ ഒരു ജോലി കിട്ടാൻ എളുപ്പമല്ല, ഗവൺമെൻറ് ഓഫീസ് അല്ലെങ്കിൽ. 5 days വേണം, കൃത്യസമയത്ത് പോകണം, കൃത്യസമയത്ത് വരണം. പ്രൈവറ്റ് ഓഫീസിൽ ഇമ്പോസിബിൾ. പ്രൈവറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ചെല്ലുന്ന സമയം കണിശമാണ്, പക്ഷേ ഇറങ്ങുന്ന സമയം നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ ഭാര്യ പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങനെ വേണം, പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല, അവിടത്തേക്ക് സാധ്യമാണ്. പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരു പക്ഷേ ഒരു അത്ഭുതമെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ അറിയുന്നു, ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനായിട്ട്, ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ പറയുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എന്തായിരുന്നു അത്? പ്രാർത്ഥനയ്ക്ക് മറുപടി. നോയിഡയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി, അമീത്തി യൂണിവേഴ്സിറ്റി, നിങ്ങൾ കേട്ട് കാണും. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോള് വന്നു, ഇൻ്റർവ്യൂവിന് കോള് വന്നു. ഞാൻ ഇതേ വാചകം തന്നെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ പോയി 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 3 റൗണ്ട്. അത് കഴിഞ്ഞ് അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്ററായിട്ട് ഒരു പക്ഷേ വാങ്ങിച്ച സാലറിയിൽ ഒരു 1.5 ഇരട്ടി, ആദ്യം വാങ്ങിച്ച സാലറിയിൽ 1.5 ഇരട്ടി സാലറിയായി 5 days വീക്കുള്ള, കറക്റ്റ് സമയത്തിന് പോകാം, കറക്റ്റ് സമയത്തിന് വരാം, അവരുടെ വണ്ടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ഓഫീസിൽ ഏകദേശം 12 വർഷത്തോളം ഈ സമയം ജോലി ചെയ്ത് ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. റിസൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കൈയടിച്ച് മഹത്വപ്പെടുത്തിയാലോ യേശുവിനെ. ഇതൊക്കെ അത്ഭുതങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ. എന്നോട് ചേർന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേലും അപ്പുറമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനു മുമ്പൊരു ചെറിയൊരു പിശാചിൻ്റെ പ്രവർത്തനം ഉണ്ടായതും കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് ഒരു ഉപകാരമായി തീരും. എന്താണ് ആ പിശാചിൻ്റെ പ്രവർത്തനം? നമ്മളിങ്ങനെ തളരുമ്പോൾ, ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലായിരിക്കുമ്പോൾ പിശാച് ഒന്ന് കടന്നു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരായാലും. ഒരു കൺസൾട്ടൻ്റ്, ഞങ്ങൾ 2 പേർക്കും ജോലിയില്ലാത്ത സമയത്ത്, ഈ ജോലി കിട്ടുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അതാണ് ഞാൻ പറയുന്നത്. പിശാചിൻ്റെ വാലിട്ടൊരടി, തല തകർത്തു. അപ്പോൾ വാലിട്ടടക്കം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്ന് പ്രവർത്തിക്കും. എന്താണ് ഉണ്ടായത്? ഒരു കൺസൾട്ടൻ്റ്, വലിയ പേര് കേട്ട ഒരു കൺസൾട്ടൻ്റ് വിളിച്ചു, നിങ്ങൾക്കൊരു ജോലി ഓഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ഞാനും ഭാര്യയും ചെന്നു. അപ്പോൾ പറഞ്ഞു, ഭാര്യയുടെ ബയോഡാറ്റയൊക്കെ കണ്ടു, ഒത്തിരി എക്സ്പീരിയൻസ്, അവിടെ ഒരു ലേഡി ആവശ്യമുണ്ട്,
ഡൽഹി ബോർഡറിലാണ് ഓഖ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്നത്തെ കാലത്ത് ഇറ്റ്സ് 2002-2003 കാര്യമാണ് പറയുന്നത്. ടേക്ക് ഹോം സാലറി 25,000, പിന്നെ പ്ലസ് എല്ലാ ബെനിഫിറ്റ്സും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് 1 lakh, നോട്ട് ലെസ് ദാൻ ദാറ്റ്. അത്രയും ഉള്ളൊരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, HRDയിൽ വളരെ കോണ്ടാക്റ്റ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തിയിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഈ ബയോഡാറ്റയിൽ 2 ലൈനൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷമായി. ഉടനടി നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് ദൈവം നമ്മുടെ മുന്നിലേക്ക് നീട്ടിയ ഒരു വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് തോന്നുള്ളൂ. കാരണം നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യം എന്താണ്? ജോലി ആവശ്യമാണ്. കാരണം നമുക്ക് 2 പേരും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹത്തോടു കൂടി കണ്ണു തുറന്ന് നോക്കി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ബയോഡാറ്റയിൽ ഒരു കറക്ഷൻ, ഈ റെസ്യൂമിലൊന്ന് കറക്റ്റ് ചെയ്യണം. എന്താണ്? ഒന്ന്, നിങ്ങളുടെ പ്രായം ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരു സ്വല്പം കൂടുതലാണ്. അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അവിടെ ഇത്തിരി കുറവുള്ള ഏജുള്ള ഒരാളെയാണ് ആവശ്യം, നമ്പർ 1. അപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്ര തടിയൊന്നും ഇല്ലാത്ത കാരണം അത്ര പ്രായം തോന്നിക്കുന്നില്ല. അപ്പോൾ ഇത്തിരി ഒന്ന് കുറച്ചെഴുതാം. വളരെ നിസ്സാരമായിട്ടൊരു കാര്യം അല്ലേ? രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് ഇതാണ്. ഞാൻ പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ അവിടുന്ന് കറക്റ്റ് ചെയ്ത് എഴുതുക. ഈ 2 കാര്യം മാത്രം ചെയ്താൽ മതി. ആർക്കും ഒരു ദോഷവും ചെയ്യില്ല. ബാക്കിയുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്, ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. എന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് നിസ്സാര കാര്യമാണ്, ആർക്കും ദോഷം ചെയ്യേണ്ട. പക്ഷേ നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ ഇത് നിനക്കുള്ള കോഫിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് സമയവും എൻ്റെ കർത്താവ് നീട്ടാത്ത പാനപാത്രമാണെങ്കിൽ തട്ടിക്കളയുവാനായിട്ടുള്ള സന്നദ്ധത നമ്മുടെ വചനം നമുക്ക് ശക്തി തരുന്നു. ഉടനടി ഞങ്ങൾ പറഞ്ഞു, സാറേ സോറി, ഈ ബയോഡാറ്റയിലുള്ള ഇതനുസരിച്ചല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതുപോലെയുള്ള ഏതെങ്കിലും ജോലി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് മതി. അപ്പോൾ അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നോട് പറഞ്ഞത് യു ആർ എ ഫൂൾ എന്നാണ് പറഞ്ഞത്. ആളൊരു കേണലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. ശരിയാണ്, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ബോഷന്മാരെന്നാണ് ഈ ലോകത്തിൽ. സാരമില്ല, ഞാൻ പറഞ്ഞു യെസ് മേ ബി. പക്ഷേ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അർഹിക്കാത്തൊരു ജോലി ഞങ്ങൾക്ക് വേണ്ട. ഏത് സമയം കർത്താവിനെ മഹത്വപ്പെടുത്തി എഴുന്നേറ്റുവോ ആ സമയം അദ്ദേഹം തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഇതേപോലൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒത്തിരി ആവശ്യമാണെന്നാണ് പറയുന്നത്, പക്ഷേ ഒരു ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് മടി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഷർട്ടിൽ കുത്തിയിട്ടുള്ള ജീസസ് ലവ്സ് യു എന്നുള്ള ആ ചെറിയ ബാഡ്ജ് അദ്ദേഹം വായിച്ചു കാണും, കർത്താവിനെ മഹത്വപ്പെടുത്തി കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് മറന്നില്ല, ഇന്ന് ജീവിക്കുന്ന ഈശോ മറന്നില്ല. എൻ്റെ ഈശോയെ ഞാൻ വീണ്ടും യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുവാൻ ആഗ്രഹിച്ചില്ല. വെറും 30 വെള്ളിക്കാശിന് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് പറഞ്ഞിറങ്ങി അധിക നാൾ കഴിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ, ഇത്രയും വലിയൊരു ജോലിക്ക് അർഹതപ്പെട്ടതായിട്ട് എൻ്റെ ഭാര്യ അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, തന്നെ മാനിക്കുന്നവനെ അവിടുന്ന് മാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഞാൻ തുടക്കത്തിലെ ഓർപ്പിച്ചു ആ വചനങ്ങളെ. എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുകയും ആ വചനത്തെ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വിശ്വാസം അതാണ്. യാക്കോബ് ശ്ലീഹ
ലേഖനത്തിൽ കൂടി പറയുന്നത് വിശ്വാസമില്ലാത്ത പ്രവർത്തനം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന്. നമ്മുടെ പ്രവർത്തനരഹിതമായിട്ടുള്ള വിശ്വാസം ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ വൈഫിന് ജോലി കിട്ടി, കുറച്ച് മനോഹരമായി. ആ ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഈ ജീവിത തളർച്ചയിൽ ഏത് സമയം നമ്മൾ ബലഹീനരായി മാറുന്നുവോ, തളരുന്നുവോ, ആ സമയമാണ് നമ്മളോടൊത്ത് വസിക്കുന്ന യേശുനാഥൻ്റെ കരസ്പർശനം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴല്ല. അതുകൊണ്ടാണ് 34 സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയം നുറുങ്ങിയിട്ടാണോ കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് ഈ സമയം നിങ്ങളുടെ അരികിയല്ല, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണീർ തുള്ളികൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, രുചിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വായിച്ചിട്ടുള്ളതോ കേട്ടതോ അല്ല ഞാൻ പറയുന്നത്. ഈ വചനം മുഴുവൻ സത്യമാണെന്ന് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പ്രഘോഷിക്കാൻ സാധിക്കും. കാരണം അതാണ് ഞാൻ രുചിച്ചറിഞ്ഞ വചനങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ജോലിയുടെ ആ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു സംഭവം പരിശുദ്ധാത്മാവ് ഈ സമയം ഓർപ്പിക്കുകയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഏതോ മക്കൾക്കത് ആവശ്യമായിട്ട് കർത്താവ് പറയുകയാണ്. അതുകൊണ്ടായിരിക്കാം. എൻ്റെ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മൂത്ത മകൻ ഹോസ്റ്റലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് ദൂരെ. എനിക്കൊരു കോൾ വന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് ഓൾമോസ്റ്റ് നില്ലാണ്. ഓൾമോസ്റ്റ് നില്ല്. കാരണം ഞങ്ങളുടെ 2 പേരുടെയും ജോലി നഷ്ടപ്പെട്ടു. ഉണ്ടായ പൈസ കുറേ മാസങ്ങളായിട്ട് ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഓൾമോസ്റ്റ് നിൽ. ആ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഒരു ഫാദർ, ഞാൻ അവിടെ അഡ്മിഷൻ വാങ്ങിച്ചിരുന്നു എൻ്റെ മോനെ. ഫാദറിൻ്റെ ലാൻഡ് ലൈനിൽ ടെലിഫോൺ വന്നു, ജോയ് ജോൺ, അവിടുത്തെ ഫീസും മെസ് ചാർജും 3 മാസത്തെ പെൻഡിങ് ഉണ്ട്, ഇയർ എൻഡിങ് ക്ലോസ് ആണ്, അപ്പോൾ ക്ലോസ് ചെയ്യാണ്, അപ്പോൾ അത് പെട്ടെന്ന് പേ ചെയ്യണം. പ്രിയ സഹോദരൻ, എനിക്കൊരു പൊട്ട സ്വഭാവമുണ്ട്. എന്ത് തന്നെയായാലും ഞാൻ ആരോടും കടം ചോദിക്കുകയില്ല. എൻ്റെ ഒരു പൊട്ട സ്വഭാവം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ വിചാരിക്കാം നമുക്ക്. പക്ഷേ എൻ്റെ ഇന്നേ വരെയുള്ളൊരു സംഗതിയാണ്, എത്ര നമ്മൾ ഉള്ളതുപോലെ തൃപ്തിയായിട്ട് കഴിയുക. അപ്പം എനിക്ക് ആരോട് കടം ചോദിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ പ്രിൻസിപ്പൽ ഫാദറിൻ്റെ ടെലിഫോൺ വന്നു, സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛോ ഞാൻ അത് അറേഞ്ച് ചെയ്തോളാം, എത്തിച്ചോളാം. അങ്ങനെ ഞാൻ ഇരുന്ന് നാട്ടിൽ നിന്ന് ഞാൻ ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചിട്ട തിരുഹൃദയത്തിൻ്റെ പടമുണ്ട് എൻ്റെ നോയിഡയിലുള്ള എൻ്റെ ഭവനത്തിലാണ്, ഫസ്റ്റ് മുറിയിൽ. ആ തിരുഹൃദയത്തിലേക്ക് ഞാൻ ആ സോഫയിലിരുന്നു കൊണ്ട് ഒന്ന് നോക്കി. പ്രിയ സഹോദരൻ, ഞാൻ പറയട്ടെ, ഒന്നും പ്രാർത്ഥിച്ചില്ല. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ സംഭവം ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ഒരു വലിയൊരു തുക വേണം എൻ്റെ മകൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് ആരോടും കടം ചോദിക്കാൻ ഇഷ്ടമില്ല. അന്ന് കാലത്ത് ലോണൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഒരു പിതാവിതാ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു സെക്കൻഡ്സ്, മേ ബി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയ സഹോദരങ്ങളെ. വേദനിക്കുന്ന മക്കളോട് പറയുന്ന ഒരു അനുഭവമാണത്. കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറന്നു. ഇതാ അവിടെ ഒരു രജിസ്റ്റേർഡ് ലെറ്ററുമായിട്ട് പോസ്റ്റ്മാൻ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചു. ഫ്രം നോക്കിയപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന്. ഒന്നുകൂടെ ഭയന്നു, ഇനി ഈ സമയത്ത് എന്താണ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന്. ഞാൻ പെട്ടെന്ന് അകത്ത് കടന്ന് ആ കവർ പൊട്ടിച്ചു. അതിൻ്റെ ഉള്ളിൽ മാനുവലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് കാലത്ത് മാനുവലായിരുന്നു.
ഇന്ന് ഡിജിറ്റലും റിട്ടേൺ ഫയലൊക്കെയാണ്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്നപ്പോൾ കുറച്ച് എക്സസ് ഇൻകം ടാക്സ് നിങ്ങളിൽ നിന്ന് ഡിഡക്ഷൻ ചെയ്തത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ റിട്ടേൺ ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ ചെക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ ലെറ്റർ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് എത്രമാത്രം പൈസ ആവശ്യമുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിൻ്റെ ഡബിൾ, അതിന്റെ ഇരട്ടിയിലധികം എന്നെ സ്നേഹിക്കുന്ന, ഇന്ന് ജീവിക്കുന്ന ഈ പിതാവ് ആ സമയം തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് രുചിച്ചറിഞ്ഞ പിതാവിനെ പറ്റിയാണ്. നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടുണ്ടോ? ആ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ നെടുവീർപ്പുകളെയും അറിയുന്ന ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തിന് വേണ്ടി ചാട്ടവാറടി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ലോകത്തിലെ നിസ്സാര കാര്യത്തിന് അവിടെ നിന്ന് ഇറങ്ങി വരാതിരിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എന്തിനു ചോദിക്കണം? എൻ്റെ ഈശോയെ എന്തുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് പാടിയത്: അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിശാചിൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കില്ല. പ്രിയ സഹോദരങ്ങളെ, അടിയറ വയ്ക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ട് കാണും, ഈ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2 കൊരിന്ത്യോസ് 12-ാം അധ്യായത്തിൽ 7-10 വരെയുള്ള വചനങ്ങൾ നമ്മൾക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യോസ് 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു: നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. വാസ്തവത്തിൽ സത്യമായ കാര്യം ഇതാണ്: ഞാൻ എൻ്റെ കാഴ്ചയുടെ പ്രതി ഒരു ഭാരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇന്നുവരെ. പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അസാധ്യമായിട്ട്. ഈ ലോകത്തിലെ സയൻസ് പറയുന്നു എൻ്റെ നഷ്ടപ്പെട്ട കാഴ്ച ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ലെന്ന്. പക്ഷെ എൻ്റെ കർത്താവിന് ഒരിക്കലും അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പക്ഷേ ഞാൻ കർത്താവിനോട് ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു: കർത്താവേ, എൻ്റെ മരണം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇതാണ് എൻ്റെ ദിവസവുമുള്ള പ്രാർത്ഥന. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ അറിയുന്നു. ഒരുപക്ഷേ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ട് കാണും ഞങ്ങളുടെ ഭവനത്തിലെ കുറച്ച് അനുഭവങ്ങൾ. എൻ്റെ ഭാര്യയ്ക്ക് നല്ല സാലറി ഉണ്ട്, അമേത്തി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വീട്ടിൽ വേറെ പ്രത്യേകമായിട്ട് ജോലിയൊന്നുമില്ല, വലിയൊരു അഭിമാനിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കടമൊന്നും ചോദിക്കാൻ ഇഷ്ടമില്ല. പലരും ചിന്തിക്കേണ്ടായിരിക്കും, അവനിനി വേറെ കുഴപ്പമൊന്നുമില്ല, ഭാര്യ നന്നായിട്ട് പൈസ കൊണ്ടുവരുന്നുണ്ട്, ഭംഗിയായിട്ട് വീട് പൊക്കോളും. എൻ്റെ ഹൃദയം അറിയുന്ന കർത്താവ് ഒരു കൊമേഴ്സ്യൽ പേഴ്സണായ എന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ പ്രൊഫഷൻ മാറ്റാനായിട്ട് തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയാണ്. ഏകദേശം 2004
അതായത് 7 കൊല്ലത്തിന് ശേഷം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വ്യതിയാനം വരുത്തി. ഞാൻ പറഞ്ഞു തുടക്കമായിട്ട് അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ മഹിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഉപയോഗിച്ചു തുടങ്ങി. ഞാൻ സ്റ്റേജിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. കർത്താവിൻ്റെ മഹത്വം ചെയ്യാനായിട്ട് ഒരു പക്ഷേ ബോംബെ വരെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പല പ്രോഗ്രാംസ് ചെയ്യുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചു. എന്നാൽ കർത്താവ് വേറെ രീതിയിൽ പ്രവർത്തിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. എൻ്റെ കാഴ്ചയ്ക്ക് പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു പ്രൊഫഷൻ, പഠിക്കാത്ത ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രൊഫഷൻ, ആ പ്രൊഫഷനിലേക്ക് കർത്താവ് എന്നെ ഉയർത്തി. അതാണ് ഇന്ന് എൻ്റെ പേഴ്സിലിരിക്കുന്ന വിസിറ്റിംഗ് കാർഡിൽ എഴുതിയിരിക്കുന്ന ആ പ്രൊഫഷൻ. ഇതാണ് ഇൻറ്റീരിയർ ഡിസൈനർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവം കുറേശ്ശെയായിട്ട് ആദ്യമായിട്ട് ചെയ്യിപ്പിച്ചത് ഒരു ചാപ്പലിലെ ഡിസൈനാണ്. ഒരു ട്രൈബർനെക്കൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഫാദർ എന്നോട് ആവശ്യപ്പെട്ടു. അത് രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ബഹുമാനപ്പെട്ട വൈദികൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിലായില്ല ഇത് കർത്താവിൻ്റെ ഒരു ശബ്ദമാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ അച്ചോ, പിന്നെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും? നീ ഒരു ആർട്ടിസ്റ്റല്ലേ? മലയാളി അച്ഛനായിരുന്നു, അന്ന് വികാർ ജനറലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ KC തോമസ് എന്നാണ്. അന്ന് വികാർ ജനറലായിരുന്നു അദ്ദേഹം. നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ ഒന്ന് ഡിസൈൻ ചെയ്തു നോക്ക്. അപ്പം നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ നമ്മളൊന്ന് പ്രാർത്ഥിക്കും. ഞാനങ്ങനെ ഒരു ക്ലാസ് റൂമിൽ നിന്ന്, വലിയൊരു സ്കൂളാണ്, ഒരു ക്ലാസ് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വൈറ്റ് പേപ്പർ, ഒരു പെൻസിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ, കർത്താവേ ഞാൻ എങ്ങനെയാണ് ഇത്രയും പരിശുദ്ധ വേദിയിൽ ഞാൻ ചെയ്യേണ്ടത്? ഉടനടി എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വരമെന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കുക എന്നറിയില്ല. എന്നാൽ അത് കർത്താവിൻ്റെ സ്വരമായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. അവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഉയർത്തി, വൈ ഡു യു വെറി? യു ആസ്ക് യുവർ മാസ്റ്റർ, യു വാസ് എ സ്കിൽഡ് വർക്കർ. നമ്മുടെ യേശുനാഥൻ ആരായിരുന്നു? നിൻ്റെ ഗുരു ഒരു കാർപ്പൻ്ററായിരുന്നു, ഒരു സ്കിൽഡ് വർക്കറായിരുന്നു. ആ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു. ഉടനടി എനിക്ക് ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഞാൻ അവിടുത്തെ ടേബർനെക്കിളിൻ്റെ, നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിച്ച കാരണം അവിടെ റേഷ്യോ അനുസരിച്ചിട്ട് അവിടുത്തെ ഏരിയ അളന്ന് ഞാനത് ചെറുതാക്കിയിട്ട് അളവ് വൈറ്റ് പേപ്പറിൽ വരച്ചു. അങ്ങനെ ഒരു ഡിസൈൻ, ഒരു അപ്പവും കാസയും, അപ്പത്തിൻ്റെ നടുവിൽ ടേബർനെക്കിൾ, ബാക്കിൽ ലൈറ്റ്. അന്ന് അങ്ങനെ ബാക്കിൽ ലൈറ്റൊന്നും കൊടുത്തിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രകാശം, ആരെങ്കിലും കടന്നു വന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ആ മോശ കണ്ട ആ ഒരു പ്രകാശം, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വന്ന് അങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ വൈദികൻ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് വളരെ നന്നായിട്ട് തോന്നുന്നു. എൻ്റെ കാർപ്പൻ്റർ ഉണ്ട് ഇവിടെ, ഒരു മുസ്ലിം, ഒരു ദിവസം ഇവിടെ നിൽക്കണം, വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്, ഈ ഡിസൈൻ ഒന്ന് ചെയ്യണം ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, മനസ്സിലാക്കി. എന്ത് പറയുന്നു? അതൊരു തുടക്കമാണെന്ന് ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏകദേശം 35 പള്ളികളും ചാപ്പലുകളും ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. 35 ഡിസൈനുകളിൽ. ഈ കണ്ണു കാണുവാൻ ശക്തിയില്ലാത്തൊരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് മാത്രമല്ല, ഞാനിത് പറഞ്ഞ എൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യമാണ്. അവിടെയൊക്കെ കുർബാന ചൊല്ലുന്നു. ആഗ്രയിലെ ഒരു ഫാത്തിമ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലിൽ അവിടുത്തെ ഡിസൈൻ ചെയ്തു. എൻ്റെ ബോധത്തിൽ തരുന്ന ദൈവത്തിൻ്റെ ആ ഡിസൈൻ ഞാൻ അവിടെ ചെയ്യും. അങ്ങനെ അത് ഉദ്ഘാടനത്തിന് അതിൻ്റെ വന്നപ്പോൾ ബിഷപ്പ് വന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് കരയുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കരയുകയായിരുന്നു. ഇത്രയധികം കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ യോഗ്യനാണോ ഞാൻ എന്ന് ചിന്തിക്കുകയായിരുന്നു.
എത്രയോ ഓഡിറ്റോറിയംസ് എന്നെ ചെയ്തു, എത്രയോ സ്കൂളുകളുടെ പാർലേഴ്സ് ഓഫീസസ്. ആരാണ് ചെയ്യുന്നത്? ഈ ലോകത്തിലെ നോക്കുമ്പോൾ ഒന്നിനും കഴിവില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എൻ്റെ കർത്താവ് ഇന്ന് എന്നെ ഓടിപ്പിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ 2 ഓർഡറാണ് പെൻഡിങ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം, എനിക്ക് കുറച്ച് വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? വന്നിട്ട് സാവധാനം ചെയ്താൽ മതി. കാരണം എൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എൻ്റെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ കൂടെ പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ ഞാൻ പലപ്പോഴും കട്ട് ചെയ്യും. എന്തിനാണ്? അനേകം ഫലങ്ങൾ കായ്ക്കാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ. അപ്പോൾ നമ്മൾ കരയല്ല വേണ്ടത്, അതിവിട്ട് സന്തോഷിക്കുക വേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരൻ, നമ്മൾ തളർന്നു പോകരുത്. യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 31-ാം തിരുവചനത്തിൽ 30-31 വചനത്തിലെ പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ കഴുകനെ പോലെ വീണ്ടും പറന്നുയരും. യുവജനങ്ങൾ തളർന്നു പോയേക്കാം, പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്നവര് ആരുമായിക്കൊള്ളട്ടെ, അവർ കഴുകനെ പോലെ. കഴുകന്റെ ജീവിതം പഠിക്കണം. അപ്പോഴാണ് ആ ശക്തി, ആ ഊർജ്ജം നമുക്ക് മനസ്സിലാക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവര് കഴുകനെ പോലെ പറന്നുയരും. യെസ്, ഇന്നെൻ്റെ കയ്യിൽ പേഴ്സിൽ ഒരു കാർഡ് കൂടി ഇരിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്നറിയോ? ഇന്നിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഇപ്രകാരം വേദനിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ. ഒരു പക്ഷെ നിങ്ങൾ നോക്കി മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, നിന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്ന്. എങ്കിൽ യെശയ്യാ 43 കൂടി കർത്താവ് ഈ സമയം നിന്നോട് പറയുന്നു, നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ്. നീ എനിക്ക് പ്രിയങ്കരനാണ്, അമൂല്യനാണ്. നീ സമുദ്രത്തിലൂടെ കടന്നുപോയേക്കാം, ആ തിരമാലകൾ ഒരിക്കലും നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നീ തീയിൽ കൂടെ കടന്നുപോയേക്കാം, ആ തീ നിന്നെ ശാമ്പലാക്കുകയില്ല. കാരണം നീ എൻ്റേതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റേൻ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേൻ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഇന്ന് എൻ്റെ കർത്താവായ യേശു എൻ്റെ അരികെ നിന്ന് എന്നോട് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദന മുറിവുകൾ എന്ത് തന്നെയായാലും ഞാനത് വെച്ചു കെട്ടും. നീ എത്രമാത്രം തളരുമ്പോഴും ഞാൻ നിന്നെ തോളിലേറ്റു. നീ എന്റേതാണ് മകനെ, മകളെ. നീ എന്തിനു വേദനിക്കുന്നു? ഇനി ഞാൻ എന്താണെന്ന് എനിക്ക് തരേണ്ടത്? എൻ്റെ ശരീരത്തിലെ അവസാന തുള്ളി പോലും ഞാൻ നിനക്ക് തന്നില്ലേ മോനെ, മോളെ? എൻ്റെ ജീവൻ പോലും നിനക്ക് ഞാൻ തന്നില്ലേ? എന്നെ തന്നെ നിനക്കായി ഞാൻ തന്നില്ലേ? പിന്നെ എന്തിനാണ് നീ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ച് വേദനിക്കുന്നത്? എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. വചനമാകുന്ന ഞാൻ നിന്നോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരെ അയക്കും?
ആർ നമുക്ക് വേണ്ടി പോകും? എനിക്ക് പറയുവാൻ സാധിക്കും, അതെ കർത്താവേ, ഞാൻ പോകാം. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു പ്രാവശ്യം ആ കർത്താവ് നിന്നെ ഉപയോഗിക്കും. നീ ഒരു മഹത്വമാകും ദൈവത്തിന് വേണ്ടിയിട്ട്. നിന്നിൽ കൂടി ദൈവം മഹത്വം എടുക്കും. ആ കർത്താവിന് നന്ദി പറയാം. കണ്ണുകൾ അടയ്ക്കാം പ്രിയ സഹോദരങ്ങളെ. ഇരു കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പൂർണ്ണമായി ഉയർത്തുക. യേശു ഇവിടെയുണ്ട്. നിങ്ങൾ അത് അനുഭവിക്കാൻ പോവുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഗ്ലൂക്കോമ എന്ന രോഗത്തിന് അടിമപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ണ് സംബന്ധമായ ആരെങ്കിലും രോഗത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ഞാൻ എന്റെ വേദനയോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ രോഗത്തിൽ നിന്ന് ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ വേദിയിൽ അവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഇറങ്ങി വരും. അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ നിങ്ങളെ സ്പർശിക്കും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ വേദനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണമായി വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ വിടുതൽ പ്രാപിക്കട്ടെ, സ്വതന്ത്രരാകട്ടെ. യേശുവിന്റെ നാമത്തിന് ഇപ്പോൾ സ്വതന്ത്രരായി തീരട്ടെ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സ്നേഹം ഓരോ മക്കളിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കർത്താവേ എടുത്തു നീക്കം ചെയ്യണം. കർത്താവേ, വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. നിരാശയിൽ കടന്നു വന്ന ഓരോ മക്കളെയും കർത്താവേ അവിടുത്തെ സമാധാനത്താൽ പറഞ്ഞയക്കണമേ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാല്, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാല്, ഇന്ന് കേട്ട യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാല് ഓരോ മക്കളും അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് പിതാവേ ചോദിക്കുന്നു, പിതാവേ ചോദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Jesus, thank you Jesus, thank you.